കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഈ ആലപ്പുഴയിൽ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് താറാവിലാണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ 2-3 താലൂക്കുകളിൽ താറാവ് കൃഷി വ്യാപകമായിട്ടുണ്ട്. ഈ താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലമാണ്. കാരണം താറാവ് കൂടുതൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ജലാശയങ്ങളുമായി ഈ പക്ഷികളും ഈ താറാവിനും ബന്ധമുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. പക്ഷേ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താൽ ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഞങ്ങൾ നിരന്തരമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷിപ്പനി ലോക്കലി നമ്മൾ പക്ഷിപ്പനിയാണല്ലോ, അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും. പക്ഷേ ഇത് നാഷണൽ ബേസ്ഡ് ഇന്ത്യയിൽ പക്ഷിപ്പനി എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ടൂറിസത്തെ ബാധിക്കും, മറ്റെല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അതിലുപരി ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിരിക്കുന്ന പൗൾട്രി ഇൻഡസ്ട്രിയാണ്. ഞങ്ങളുടെ ഇറച്ചിക്കോഴി വ്യാപാരത്തെയും ഇത് പ്രതികൂലമായി. ഈ സംസ്ഥാനത്ത് ഒരു ദിവസം 22 ലക്ഷം കിലോ കോഴിയാണ് ഒരു ദിവസം ആവശ്യമുള്ളത്. ഇതിൻ്റെ ഏതാണ്ട് ഇപ്പോൾ 50% കൂടുതൽ ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും.